ഫ്ലാഷിങ് എഫക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു വീഡിയോയിലെ ബീറ്റും ട്രാൻസിഷനും അനുസരിച്ച് അതൊരു മുകളിൽ താഴോട്ട് ഒരുമിച്ച് ഫ്ലാഷ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാം. അതായത് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തൊരു വീഡിയോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളും എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇതുപോലെ ബോർഡർ ഫ്ലാഷിങ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ആ ഒരു വീഡിയോ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊരു വീഡിയോ ആണ് യൂസ് ചെയ്യുന്നത്. അത് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്, ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അല്ലേ നമുക്ക് ആ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഷേപ്പ് നമുക്ക് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എഡിറ്റ് ഷേപ്പിൽ പോകുക. എന്നിട്ട് റേഡിയസ് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫുള്ളും കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ട്രാൻസ്ഫോം പോയിട്ട് അത് സൂം ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു സംഭവം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ വേണ്ട അത്ര ഒരു ബോർഡർ സൈസാണ് നമ്മളിപ്പോൾ നോക്കി ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടത് മുകളിൽ കൊണ്ടുവെക്കും, മുകളിൽ താഴെയോ. എന്നിട്ട് സംഭവം ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ, അതായത് രണ്ടും മുകളിലോ താഴെയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം ഈ രണ്ട് ഷേപ്പും വീഡിയോയുടെ എൻഡ് വരെ ആക്കി കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് രണ്ടും ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ലെയറും ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇനി എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ബോർഡർ ജസ്റ്റ് ഒന്ന് സൂം ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്തത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ചെയ്തൊരു ലെയറിനകത്താണ് നമുക്ക് എഫക്റ്റ് കൊടുക്കേണ്ടത്, എഫക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പം ഇവിടെ ബീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബീറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെയാണ് ഫ്ലാഷ് ഒരു ഇത് കൊടുക്കുന്നത്, എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബീറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഫക്ട്സിൽ പോവുക. എന്നിട്ട് ആഡ് എഫക്ട്സ് കൊടുത്തിട്ട് കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് ബ്രൈറ്റ്നെസ് സെലക്ട് ചെയ്യുക. അപ്പോൾ മേളിൽ കാണുന്ന ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബ്രൈറ്റ്നെസ്സിൻ്റെ ഫുള്ളും കുറച്ച് കൊടുക്കുക. അതിൽ തന്നെ നമുക്ക് ആ ഫുള്ളും കുറച്ച് കൊടുക്കുക. ആ ഒരു ബീറ്റ് സെലക്ട് ചെയ്തിട്ട് ആ ബീറ്റിൻ്റെ അവിടെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് മാറിയിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടാമത് ആഡ് ചെയ്യുക കീ ഫ്രെയിം നമ്മൾ അത് ഫുള്ളും ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ചും ഇങ്ങോട്ട് മാറ്റിയിട്ട് വീഡിയോ കാണുന്ന പോലെ എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഫുള്ളും കുറച്ച് കൊടുക്കുക ഗേസ്. അപ്പം ഇതാണ് ഗേസ്, ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫ്ലാഷ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു ട്രാൻസിഷനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എൻ്റെ ഒരു അതായത് ഇച്ചിരി മാറ്റി അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മാറ്റി അടുത്തൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് എടുത്ത കീ ഫ്രെയിമിലാണ് നമ്മൾ ഇത് ഫുള്ളും കൂട്ടി കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 കീ ഫ്രെയിമാണ് നമ്മളൊരു ട്രാൻസിഷൻ്റെ അവിടെ ഇത് കൊടുക്കുന്നത് ഗേസ്, ഒരു ഫ്ലാഷിന് വേണ്ടി. എന്നിട്ട് ആ മൂന്നാമത് ആഡ് ചെയ്ത് ഫുള്ളും കുറച്ച് കൊടുക്കും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സൂം ഔട്ടാണ് ജസ്റ്റ് കൊടുക്കുന്നത്, ട്രാൻസിഷനാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു സ്ലോ മോഷനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയും നമുക്കിതുപോലെ കീ ഫ്രെയിം ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൂം ഔട്ടായി പോകുന്നതാണ് ഒരു ട്രാൻസിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു സ്ലോ പോലാണ് ഒരു ഫ്ലാഷും വരുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. സോ അപ്പം ഞാൻ അടുത്തെന്ന് വെച്ചാൽ അടുപ്പിച്ച് 3 ബീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു ഫ്ലാഷ് എന്ന് വെച്ചാൽ അതായത് ഒരു കട്ട് ചെയ്ത് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അത് അങ്ങനെ വരുന്ന ഒരു ഫ്ലാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു നമ്മൾ ഫ്ലാഷ് ചെയ്യുന്ന ലെയർ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ അത് ഒരു കറക്റ്റ് ബീറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നമുക്ക് ആ ഒരു ബീറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ അത് കട്ട് ചെയ്ത് കളയാം. അതായത് ലെഫ്റ്റ് ട്രിം ചെയ്ത് കളയാം. അതിനുശേഷം അത് ഓരോ ബീറ്റ് അനുസരിച്ച് നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം.
അപ്പോൾ ഒരു ബീറ്റ് അനുസരിച്ച് നമുക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ഇതുപോലെ അടുപ്പിച്ച് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ തന്നെ നമുക്കായിരുന്നു 3 ഹാഫ് അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എഫക്ട്സ് ആഡ് ചെയ്യാം. അതായത് നമുക്ക് ബ്രൈറ്റ്നെസ് തന്നെയാണ് കേസ്. അപ്പം ബ്രൈറ്റ്നെസ് നമുക്ക് ഇത് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത്, അതായത് നമ്മളാ ഒരു ലെയർ എന്ന് വെച്ചാൽ കട്ട് ചെയ്തായിട്ട് അത് ഇച്ചിരി ഉള്ളു കേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതായത് ക്ലിപ്പിൻ്റെ എൻഡിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം ഫുള്ളും കൂട്ടി കൊടുക്കുക കേസ്. അപ്പോൾ ഫുള്ളും കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ ആഡസ്ക്ക് പോവുക. അതിനുശേഷം താഴെ മേറ്റ് മാസ്കിക്ക് സെലക്ട് ചെയ്യുക. അതിനകത്ത് വൈപ്പ് സെലക്ട് ചെയ്യുക. വൈപ്പാണ്. അപ്പോൾ വൈപ്പ് സെറ്റിങ് കൊടുക്കുക. അതിനുശേഷം വൈപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യണ്ട, അതിൻ്റെ എൻഡിങ് നമുക്ക് ഒരു 36.7 കൊടുക്കണം. 36.7. അപ്പോൾ അത് ഏകദേശം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഒരു കട്ട് ചെയ്ത് പോലെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 36.7 കൊടുത്ത് ഇത് നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഒരു കട്ട് ചെയ്തത് എടുക്കാം. സെക്കൻഡ്. അപ്പോൾ ആ ഒരു ബീറ്റ് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സെക്കൻഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഫുള്ളും കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി വൈപ്പ് സെലക്ട് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ആഡ് ചെയ്ത് ആ ഒരു വൈപ്പ് തന്നെ കോപ്പി ചെയ്യുക. അത് തന്നെ കോപ്പി ചെയ്യണം കേസ്. എന്നിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് ക്ലിപ്പിൽ കൊണ്ടിടുക, പേസ്റ്റ് ചെയ്യുക. അപ്പം കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കറക്റ്റ് ഒരു അളവ്, അതായത് അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഒരു സെക്കൻഡ് നമുക്ക് ഒരു കട്ട് ചെയ്ത് വരുന്ന പോലെ ഒരു ഫ്ലാഷ്. അപ്പോൾ കേസ് നിങ്ങൾക്ക് ഒരു എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. സോറി. ഇപ്പം നമുക്ക് ഇനി അവിടെ വൈപ്പ് സെലക്ട് ചെയ്യാം, വൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം കേസ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ് നമുക്ക് ജസ്റ്റ് ഒരു 36.5 കൊടുക്കാം കേസ്. അത് കേസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളൊരു കറക്റ്റ് ഒരു അഡ്ജസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്, ഒരു കോപ്പി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഒരു എൻഡിങ് കൂട്ടി കൊടുക്കാം. ഒരു എൻ്റെ ഒരു 72.2 കൊടുക്കാം കേസ്. അത് 72.2% കൊടുക്കുക. ഇപ്പോൾ കേസ് നമുക്ക് ഒരു കറക്റ്റ് അത് വരുന്നുണ്ട് ഒരു കട്ട് ചെയ്ത്. അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വൈപ്പ് എഫക്റ്റ് കോപ്പി ചെയ്ത് അത് തന്നെ കോപ്പി ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ആ തേർഡ് ക്ലിപ്പിനകത്ത് സെക്കൻഡിലെ വൈപ്പ് കോപ്പി ചെയ്യാം കേസ്. ആദ്യം തന്നെ നമുക്ക് അതിനകത്ത് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലാഷ് അതിന് നമുക്ക് ഫസ്റ്റ് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ആ സെക്കൻഡിൽ ആ ഒരു വൈപ്പ് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക കേസ്. അത് കറക്റ്റ് സെക്കൻഡിൽ തന്നെ വേണം. നമ്മൾ ചെയ്യുന്ന ഒരു ക്ലിപ്പിൻ്റെ മുന്നിലത്തെ തന്നെ ഒരു വൈപ്പിനെ സെലക്ട് ചെയ്യണം കേസ്. ഇനി നമുക്ക് ആ വൈപ്പിനകത്ത് സ്റ്റാർട്ടിങ് നമുക്കൊരു 36 സോറി കേസ്, ഒരു 72.1 കൊടുക്കാം. അതിനുശേഷം നമുക്ക് എൻ്റെ ഒരു 117.2 കൊടുക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു ഷെയ്ക്ക് പോലത്തെ ഒരു ട്രാൻസിഷനാണ് ബാക്കി അങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ഫ്ലാഷും കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ബ്രൈറ്റ്നെസ്സിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു, ഒരു ബീറ്റ് അനുസരിച്ച്. ഇപ്പം ഒരു ബീറ്റ് അനുസരിച്ച് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എന്നിട്ട് അതിനോട് തന്നെ ചേർന്ന് ഒരു ബീറ്റ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ബീറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ അവിടെ തുടക്കം വേണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ സെക്കൻഡ് ആ ഒരു ക്ലിപ്പിനെ ചെയ്യുമെങ്കിൽ ഇതുപോലെ സെക്കൻഡ് അടുപ്പിച്ച് തന്നെ ഒരു കീ കൊടുത്തിട്ട് ഇതുപോലെ അടുത്തൊരു കീ കൊടുക്കുക. അതായത് 3 ആ ഒരു ഫ്ലാഷിന് വേണ്ടി. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുക. എല്ലാ ബീറ്റിലും നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാധാ ഒരു ഷെയ്ക്ക്, അത്രയ്ക്ക് രസമൊന്നുമില്ല കേസ്, എന്നാലും അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി നമ്മളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു എഡിറ്റ് ചെയ്തതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ആ ഒരു പേജ് കൂടി ഫോളോ ചെയ്യുക. അതായത് ടെക്നോകാർട്ട് തന്നെയാണ് ഗൈസ്. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഒരു വൈപ്പായിട്ട് ഒരു സ്ലൈഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഒരു ബോർഡർ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അത് ഒരു ട്രാൻസിഷൻ പോകുന്ന ഭാഗത്ത് വെച്ച് നമ്മളത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിനകത്ത് കൊടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈപ്പും ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്ലൈഡായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് സ്ലൈഡ് പോകുന്നതെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ഫ്ലാഷും ഇതുപോലെ പോകുന്നുണ്ട്. അത് വെച്ചാൽ നല്ല രസമാണ് കേസ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു വൈപ്പാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ വൈപ്പിനകത്ത് നമ്മൾ ജസ്റ്റ് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു 150 കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് കീ ഫ്രെയിമിൽ ഒരു -44.1 കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേസ്, സിമ്പിളാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ഫെയ്ഡായിട്ട് പോവുകയും ചെയ്യണം. അതായത് ആ ഒരു ചെറിയ ക്ലിപ്പിനകത്ത് ഫെയ്ഡ് കൊടുത്തിട്ടുള്ളത്, അതായത് 20 സെക്കൻഡ്, 0.20 സെക്കൻഡ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേസ്. അപ്പം മറ്റൊരു ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് വല്ല ഇറക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് ഈ ഫ്ലാഷിനകത്ത് തന്നെ പല രീതിയുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേസ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.